ഈ വർഷത്തെ മഴ നാട്ടുകാരുടെ വായിലിരിക്കുന്ന തെറി മുഴുവനും കേട്ടിട്ട് മടങ്ങി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും പിള്ളേർക്ക് ഒന്നും അറിയണ്ട, ദേണ്ട നടന്ന് സുഖം ഉറക്കം. ഞാൻ പറയാതെ തന്നെ പതിവില്ലാതെ ഒരാളിരുന്ന് പഠിക്കുന്നു. ദൈവമേ, എവന്റെ ആവശ്യം ഇനി എന്റെ വല്ല കിഡ്നി ആണോ എന്തോ. രാവിലെ അരിപ്പൊടിയിൽ ഇച്ചിരി ഒരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചതായിരുന്നു. ഒരട്ടിക്ക് എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് ക്യാമറയുടെ മുന്നേ പെട്ട അപ്പോഴും തന്നെ കീറിപ്പോവും. വെറുതെ മനുഷ്യനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ശീതൂട്ടിക്ക് സെർലാക്ക് മേടിക്കാൻ വേണ്ടി കട വരെ പോയായിരുന്നേ. മെഡിക്കൽ സ്റ്റോറിൽ സാധനം മേടിച്ചു വന്നപ്പോൾ ആ കാര്യം ഓർത്തത്. കുറച്ച് ദിവസം മുന്നേ ഒരാളിനെ കൊണ്ട് ഫ്രീസർ വെച്ചിട്ടുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ ഫ്രിഡ്ജിന്റെ ഡോർ പതുക്കെ തുറക്കണേ, അല്ലെങ്കിൽ എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ പോകും. ദേണ്ട എവൻ ഇവിടെ തണുത്ത് കുറച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായി. ഞാനിത് മേടിച്ചപ്പോ കരിക്കിന്റെ ഐസ്ക്രീം ആയിരുന്നു. മിക്കവാറും അതിപ്പോ കൊട്ടത്തേങ്ങയായി മാറിയിട്ടുണ്ടാവും. ഇതുപോലുള്ള എന്ത് സാധനങ്ങൾ ഇവിടെ പൊട്ടിച്ചാലും ആദ്യം ഗണപതിയായ എനിക്ക് തന്നെ തരണമെന്ന് ഞാൻ ഇവിടെ സ്വന്തമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പാവം കൊച്ചല്ലേ, വന്ന് നിൽക്കല്ലേ, ഒരു സ്പൂണ് കൊടുക്കാന്നും പറഞ്ഞ് തുടങ്ങിയ പരിപാടിയാണ്. അവസാനം കൊടുത്തു വന്നപ്പോ ആ ബോട്ടിലെ 3/4 ഭാഗവും അവളകത്താക്കി. അത് പിന്നെ എന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാറില്ല വേണ്ടേ. ഫോർക്ക് വെച്ചിട്ട് ഐസ്ക്രീം കോരി കുടിക്കുന്ന ലോകത്തിലെ ഒരേ ഒരാൾ ഇയാളായിരിക്കുവേ. ദാണ്ട് ഇതുകൊണ്ടാണ് മഴ തോരാതെ 24 മണിക്കൂറും പെയ്തോണ്ടിരിക്കുന്നത്. ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പോഴിറങ്ങും വാരി കെട്ടി തുണിയും കൊണ്ട്. ആവനാഴിയിൽ അമ്പുകൾക്ക് വരം പച്ചരിയും വെച്ചോണ്ടിരിക്കുന്നത് വേറെ ഒന്നിനുമല്ലേ, താഴെ നിന്ന് കുറെ മയിലുകൾ കയറി വരുന്നുണ്ട്. അമ്മാമ്മയും മോനും കൂടെ ഇപ്പൊ ഒരു ലോഡ് അരി വാരി മുറ്റത്തെറിയും. ഇന്ന് മയില് വന്ന് അരി കഴിച്ചില്ലെങ്കിൽ അത് മൊത്തം രണ്ടും കൂടെ നുള്ളി പറിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടാ. നല്ല അനുസരണമുള്ള മയിലാണ്. അരി ഇട്ടിട്ട് വടക്കോട്ട് വിളിക്കുമ്പോ വാലും പൊക്കി ഇതേ തെക്കോട്ട് വന്നിരിക്കുന്നു. അതിന് വന്ന് നിൽക്കാൻ വടക്കും തെക്കെങ്കിലും അറിയാം. നിനക്ക് അതെങ്കിലും അറിയാമോ നമ്മ. ഇവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടിട്ട് കോച്ചുവാദം പിടിച്ചാണെന്ന് വിചാരിക്കല്ലേ. മയിലിന്റെ പീര് കണ്ടിട്ട് നോക്കിയിരിക്കണേണ്. ഇതിനിടയ്ക്ക് അച്ഛൻ വളവൊക്കെ ഇട്ടിട്ട് പന്നിയുടെ കണ്ണ് വെട്ടിച്ച് ഒളിച്ച് എന്ന ഒരാളിനെ കൊണ്ടുവന്നിട്ടുണ്ടേ. പാതിരാത്രി പറമ്പിലിറങ്ങുന്ന ഹിറ്റ്ലർമാരുടെ കണ്ണും വെട്ടിച്ച് എങ്ങനെ ഇവൻ ഇതിനകത്ത് നിന്നോന്തോ. നാളെ ബാത്റൂമിൽ പോകുന്ന കാര്യം സ്വപ്നങ്ങളിൽ മാത്രം. അമ്മ ദേണ്ട ഉടങ്ങലിയും മുളകാണ് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. നന്നായിട്ട് കത്തിക്കൊണ്ടിരുന്ന തീയുടെ മണ്ടയിൽ കലം കൊണ്ടുവന്ന് വെച്ച് അതിനെ അണച്ചു. ഇപ്പൊ സമാധാനമായല്ല. എന്നാ പിന്നെ രാത്രി ഫുഡിന് പകരം കുറച്ച് തീക്കട എടുത്ത് അങ്ങോട്ട് വിഴിയിക്കോളാം അമ്മ. അല്ലെങ്കിൽ പണ്ടേ അമ്മ അങ്ങനെയാണ്, എന്തെങ്കിലും തമാശ പറഞ്ഞ അപ്പൊ സീരിയസ് ആയിക്കളി. നല്ല കൊച്ചുള്ളിയും ഉടങ്ങലിയും അരച്ച ചമ്മന്തിയും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കട്ടൻ ചായ. നല്ല മഴയത്ത് ഇതൊക്കെ ചൂടോടെ കഴിക്കാൻ കിട്ടുന്നത് തന്നെ ഭാഗ്യം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.